രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിലേറെ വിവാദമായ ഒന്നായിരുന്നു PM ശ്രീ പദ്ധതി. ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ആ പദ്ധതിയുടെ ഭാഗമാകാൻ സംസ്ഥാനം തീരുമാനിക്കുകയും അതുമായി ബന്ധപ്പെട്ട് കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു എന്നതായിരുന്നു ആ പ്രതിസന്ധിക്ക് കാരണം. പക്ഷേ ഘടകകക്ഷികൾ അറിയാതെ, പ്രത്യേകിച്ച് CPI അറിയാതെയുള്ള ഒരു നീക്കമായിരുന്നു അന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഭാഗത്ത് നിന്ന് നടന്നത്. അങ്ങനെ CPIയും CPIM തമ്മിൽ വലിയ തർക്കമുടലെടുക്കുകയും ആ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോവുകയും അത് പദ്ധതി ഒപ്പുവെച്ച നടപടിയടക്കം മരവിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുമാത്രവുമല്ല, അന്ന് പ്രതിപക്ഷത്തായിരുന്ന UDF അതിനെതിരെ അതിശക്തമായ വിമർശനമായിരുന്നു ഉന്നയിച്ചത്. പദ്ധതി അറബിക്കടലിൽ എറിയും എന്നതുൾപ്പെടെയുള്ള പ്രതികരണങ്ങളാണ് നടത്തിയത്. എങ്കിൽ ഇപ്പോൾ UDF അധികാരത്തിൽ വന്നപ്പോൾ ആ നിലപാടുകൾ മാറ്റുകയാണ്. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതായി വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നിലപാട്. എന്തായാലും PM ശ്രീ പദ്ധതിക്കെതിരെ SFI വിദ്യാർത്ഥി സംഘടന ഇതാ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ സ്വാഭാവികമായും MSF ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് അവരുടെ നിലപാട് കടുപ്പിക്കേണ്ടതായി വരില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഈ സമ്മർദ്ദത്തെ എങ്ങനെയാണ്, കാരണം PM ശ്രീ പദ്ധതിയെ ഏറ്റവും അധികം എതിർക്കുന്നത് മുസ്ലിം ലീഗാണ്. ഇവിടെ RSS അജണ്ടയും ഹിന്ദുത്വയും ഒക്കെ വിദ്യാഭ്യാസത്തിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്ന തന്ത്രമാണ് PM ശ്രീ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത് എന്നതാണ് ലീഗിൻ്റെ നിലപാട്. നമുക്ക് ഈ വാർത്തയാണ് അടുത്തതായി പരിശോധിക്കേണ്ടത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുണും അതോടൊപ്പം തന്നെ CV അനുമോദുമാണ് ചേരുന്നത്. അരുണിത, SFI അവർ പ്രത്യക്ഷ സമരത്തിലേക്ക് പോവുകയാണ്. സാങ്കേതികമായി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് PM ശ്രീ പദ്ധതിയുടെ ഭാഗമാകാൻ കേരളം തീരുമാനിച്ചത്. ആ സമയത്തൊക്കെ നമുക്കറിയാം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ പക്ഷേ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ഗണത്തിലേക്കാണ് SFI വരുന്നത്. അതുകൊണ്ട് തീർച്ചയായും അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് അവർ കടക്കും ഈ വിഷയത്തിൽ എന്നാണോ മനസ്സിലാക്കേണ്ടത് അരുൺ? സംഘടനയും ആ നിലപാട് സ്വീകരിക്കുകയാണ്. ശക്തമായ സമരവുമായി മുന്നോട്ട് വരികയാണ് SFI. ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് അല്പസമയത്തേക്ക് SFIയുടെ മാർച്ചുണ്ടാകും. ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നേരത്തെ PMC കരാർ ഒപ്പിടാൻ തീരുമാനിക്കുമ്പോൾ അത് ഭരണപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന ഒരു വ്യത്യസ്ത നിലപാടാണ് ഇപ്പോൾ CPM സ്വീകരിക്കുന്നത്. അതായത് അന്ന് SSK ഫണ്ട് അടക്കം ലഭിക്കണമായിരുന്നു, അതുകൊണ്ട് മാത്രം ഒപ്പിട്ടു. അതിനപ്പുറത്തേക്ക് ആ പദ്ധതിയിലുള്ള പങ്കാളിത്തം മരവിപ്പിച്ചുകൊണ്ട് കത്ത് നൽകുകയും ചെയ്തു അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ സർക്കാർ. അതിനുശേഷം ഒരു ഇഞ്ച് സർക്കാർ മുന്നോട്ട് പോയില്ല, സബ് കമ്മിറ്റി യോഗം ചേർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പദ്ധതി മരവിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. അതിലൊരു തരത്തിലും മുന്നോട്ട് പോകാൻ അന്നത്തെ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ ഇടതുമുന്നണിയുടെ വിശദീകരണം. അത് ചില ആശയക്കുഴപ്പങ്ങളും അല്ലെങ്കിൽ ചില പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ നിലപാട് അവർ സ്വീകരിക്കുന്നു. അന്ന് കടുത്ത നിലപാടെടുത്ത UDF ആണ് ഇപ്പോൾ എന്നാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുന്നത്. UDF എന്ന് പറയുമ്പോൾ അതിൽ ലീഗ് ഇതിൽ കടുത്ത ഭിന്നതയുണ്ട്, പരസ്യമായി അത് പറയാൻ തയ്യാറാവുന്നതിലും ലീഗിന് ഭിന്നതയുണ്ട് എന്നത് വ്യക്തമാണ്. പക്ഷേ VD സതീശൻ മുഖ്യമന്ത്രി ഒരേ നിലപാട് അദ്ദേഹം പറയുന്നത് ഒരു കാരണവശാലും ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകില്ല, ഒരു കാരണവശാലും ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. അത് കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ട പദ്ധതിയാണ്, ഏകപക്ഷീയമായി പിന്മാറാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. ഇതേ ന്യായം നേരത്തെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ആലോചിച്ചപ്പോൾ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ പറഞ്ഞതാണ്. അതേ നിലപാടിലേക്ക് ഇന്നത്തെ ഭരണപക്ഷം മാറുന്നു. ഭരണത്തിലേക്ക് വരുമ്പോൾ അവർ പഴയ നിലപാടുകൾ തള്ളിക്കളയുന്നു അല്ലെങ്കിൽ മനഃപൂർവ്വം വേണ്ടെന്ന് വയ്ക്കുന്നു. അന്ന് ഈ PMC കരാർ തന്നെ അറബിക്കടലിൽ എറിയുമെന്ന് പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ് നേതാവ് ഇന്ന് മന്ത്രിയാണ്. അദ്ദേഹവും പറഞ്ഞു, അന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞതിനെ ഇപ്പോൾ എങ്ങനെയാണ് ചോദിക്കുന്ന നിലപാട് ഷാജിയും സ്വീകരിച്ചു. പക്ഷേ ലീഗിനുള്ളിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. കരാറുമായി മുന്നോട്ട് പോകുന്നത് അവരെ പിന്തുണച്ച മുസ്ലിം സമുദായത്തിലെ പ്രധാനപ്പെട്ട സംഘടന അടക്കമുള്ളവർക്ക് വലിയ ഭിന്നത ഉണ്ടാക്കും. ആ വിഷയത്തിൽ ഒരു ആശങ്ക അവർക്കുണ്ട്. എന്നാലും കരാറുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് UDFൻ്റെ തീരുമാനം, പ്രത്യേകിച്ചും VD സതീശൻ്റെ തീരുമാനം. അദ്ദേഹം വളരെ അസന്ദിഗ്ധമായ ഒരു സംശയത്തിനും ഇട നൽകാതെ ഇന്നലെ നിലപാട് വ്യക്തമാക്കിയതാണ്. PMC കരാറുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. സതീശൻ ചൂണ്ടിക്കാട്ടുന്നത് കരാറിലും അതിൽ പണം വാങ്ങുന്നതിലുമല്ല തെറ്റ്, ഈ പണം എന്നുള്ളത് കേന്ദ്രത്തിൻ്റെ ഔദാര്യമല്ല. അവിടെ പ്രശ്നമുള്ളത് നിബന്ധനകളോടുകൂടി ആണ് ഈ സർക്കാർ ഈ കരാർ മുന്നോട്ട് പോകാൻ ഇപ്പോൾ താല്പര്യം അറിയിച്ചിരിക്കുന്നത്. അന്ന് ഇടത് സർക്കാർ ഒരു നിബന്ധനയും വച്ചിരുന്നില്ല, നിബന്ധന ഇല്ലാതെ തന്നെ കരാറിൽ ഒപ്പിടുകയായിരുന്നു. അവിടെയാണ് ആ നിലപാടിനെയാണ് ചോദ്യം ചെയ്തത്. ഇന്ന് അദ്ദേഹം ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞത്, ഞാൻ അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഒന്ന് തന്നെയാണ്. ഞാൻ
കൈവിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതായത് പദ്ധതിയെ വേണ്ട എന്ന നിലപാടെടുത്തിട്ടില്ല, നിബന്ധനകൾ മാത്രമാണ് ചോദ്യം ചെയ്തത്. ആ നിലപാടാണ് ഇപ്പോൾ വി ഡി സതീശൻ സ്വീകരിക്കുന്നത്. മുസ്ലിം ലീഗിന് കടുത്ത എതിരഭിപ്രായമുണ്ട്. മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടന MSFന് കടുത്ത എതിർപ്പുണ്ട്. ഉപസമിതിക്ക് മുന്നിൽ അത്തരം പരാതികളുമായി ആളുകൾ എത്തുന്നുമുണ്ട്. ഏതായാലും രാഷ്ട്രീയമായി നേരത്തെ നിലപാടിൽ നിന്ന് UDF പിന്നാക്കം പോകുന്നു എന്നുള്ള വസ്തുതയാണ്. അന്ന് പറഞ്ഞ കാരണങ്ങളൊക്കെ, അന്നത്തെ സർക്കാർ പറഞ്ഞ ന്യായവാദങ്ങളൊക്കെ ഇന്നത്തെ സർക്കാർ അതേപടി ആവർത്തിക്കുന്നു. ഇന്നലെ വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ ദേശാഭിമാനിയുടെ ലേഖനം ചൂണ്ടിക്കാട്ടിയാണ്, ദേശാഭിമാനിയുടെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ലേഖനം ചൂണ്ടിക്കാട്ടിയാണ് ഈ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഈ മുന്നോട്ട് പോക്കിന്, PMCയുമായുള്ള മുന്നോട്ട് പോക്കിന് ന്യായീകരിച്ചത്. അതായത് അന്നത്തെ അവിടെ അരുൺ ഒരു കാര്യം കൂടിയുള്ളത്, തീർച്ചയായും SFIയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രത്യക്ഷ സമരത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലല്ലേ ഇത് ഒപ്പിട്ടത്, അന്ന് എവിടെയായിരുന്നു SFI എന്നൊക്കെ സർക്കാരിന് ചോദിക്കാം. പക്ഷേ നമുക്കറിയാമല്ലോ, MSF ഉൾപ്പെടെ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യം ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. SFI നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും അവർക്കും സമ്മർദ്ദം ശക്തമാക്കേണ്ടതായി വരും. അപ്പോൾ ഈ വിഷയം കൃത്യമായി മറുപടി നൽകിക്കൊണ്ടേ ഇരിക്കേണ്ടതായി വരുന്നു സർക്കാരിന്. പദ്ധതിയിൽ നിന്ന് എന്തായാലും പിന്നോട്ട് പോകും ഇനി സർക്കാർ എന്ന് പ്രതീക്ഷിക്കേണ്ടതുമില്ല. അപ്പോൾ കൃത്യമായി ഇത് വിശദീകരിക്കാൻ വീണ്ടും UDF പാടുപെടും, കോൺഗ്രസ് പാടുപെടും എന്നതല്ലേ ഇപ്പോഴത്തെ സാഹചര്യം? തീർച്ചയായിട്ടും അത്തരമൊരു രാഷ്ട്രീയ നിലപാട് മാറ്റം UDF ഇതിലുണ്ടായി എന്നത് വസ്തുതയാണ്. അതിനെതിരെ വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അതേപോലെ തന്നെ മറുഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്. അന്ന് ആദ്യഘട്ടത്തിൽ പദ്ധതിയെ പിന്തുണച്ച LDF പിന്നീട് CPIയുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് പിന്നോട്ട് പോയെങ്കിലും അന്ന് അവർ പറഞ്ഞ ന്യായവാദങ്ങൾ തന്നെയാണ് ഇപ്പോൾ വി ഡി സതീശൻ പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ കഴിയുന്ന ചോദ്യമുണ്ട്. അവിടെ പിണറായി അടക്കമുള്ളവർ ഇന്നലെ വ്യക്തമാക്കിയത് ഒരു കാരണവശാലും കരാറിൽ തുടർ നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോയില്ല, അത് തെറ്റെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിൽ നിന്ന് പിന്നോട്ട് പോയത്. ഇന്നലെ CPIയുടെ നേതാക്കളൊക്കെ വ്യക്തമാക്കുന്നത് CPIയുടെ സംസ്ഥാന സമിതിയിൽ പോലും അവലോകന റിപ്പോർട്ടിൽ പോലും ഈ PM ശ്രീ ഈ തെറ്റു സംഭവിച്ചു എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിനെ എതിർക്കുന്നത്. ആ ഒപ്പിടാനുള്ള തീരുമാനം തെറ്റായിരുന്നു, അത് തിരുത്തുകയാണ് ആ സർക്കാർ. ഈ ക്യാപ്റ്റൻ അബയൻസ് എന്ന് പറഞ്ഞ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി വാസുകി അയച്ച കത്തിലൂടെ ഉദ്ദേശിച്ചത്. അതിനെ അന്ന് എതിർത്ത ആ തീരുമാനത്തെ എങ്ങനെ UDFന് പിന്തുണയ്ക്കാൻ കഴിയുന്ന രാഷ്ട്രീയ ചോദ്യം CPM ചോദിക്കുന്നു. അതിന് UDF കൃത്യമായ മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ അന്നേരം നിലപാട് ശരിയാണ് എന്നൊരു മറുപടി മാത്രമാണ് ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞത്. പക്ഷേ വി ഡി സതീശൻ അപ്പുറത്തേക്ക് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ നേതാക്കളുണ്ട്. സണ്ണി ജോസഫ് KPC അധ്യക്ഷനായ അദ്ദേഹത്തിന് നിലപാടുണ്ട്. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷി നിലപാടുണ്ട്. അതെല്ലാം PMC ഒപ്പിട്ടതിനെതിരെ കടുത്ത നിലപാട് തന്നെയായിരുന്നു. ആ നിലപാടിലാണ് ഇപ്പോൾ UDF വെള്ളം ചേർക്കുന്നത്. ആ നിലപാട് തന്നെയാണ് UDF മലക്കം മറിയുന്നത്. തീർച്ചയായും അതാണ്. എന്തായാലും UDF ഈ നിലപാടുകളിൽ വെള്ളം ചേർത്തു എന്നതിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ സ്വാഭാവികമായും UDFന്റെ ഭാഗമായിട്ടുള്ള ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും നിലപാട് മാറ്റേണ്ടതായി വന്നു. ഇപ്പോൾ CV അനുമോദിലേക്ക് പോകുമ്പോൾ, അനുമോദ്, ലീഗിലെ നേതാക്കളുടെ പഴയകാല പ്രസംഗങ്ങൾ, ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ, അതൊക്കെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വലിയ തുകയാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുക. അപ്പോഴും അവരുടെ അജണ്ട അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ലീഗ് നേരത്തെ ഇതിനെ എതിർത്തത് അതിശക്തമായിട്ടാണ് എങ്കിൽ അതിൽ നിന്ന് മയപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.